ആരാണ് ആരാണ് എന്ത് ഒന്ന് വിളിക്കാൻ വരുമോന്നോ? അമ്മ വീട്ടിലില്ല മോനെ. പെങ്ങളുണ്ടോ? അമ്മയില്ല, പെങ്ങളും ഇല്ല. അല്ലടോ, ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നെ വിളിച്ചിട്ട് കളിക്കാൻ തരുമോന്നൊക്കെ ചോദിക്കാൻ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ വീഡിയോസ് കാണാറ്? നീ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കാണാറില്ലേ? ഒരുപാട് ആക്ടേഴ്സിന്റെ വീഡിയോസ് കാണാറില്ലേ? അവരെയൊക്കെ വിളിച്ചിട്ട് നീ ചോദിക്കാറുണ്ടോ നീ കളിക്കാൻ തരുമോ എന്നുള്ളത്? ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാടോ ഞാൻ എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയ കൊടുത്തത്. അല്ലാതെ നിൻ്റെയൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് വിളിച്ചിട്ട് തോന്നിവാസം പറയാൻ വേണ്ടിയിട്ടല്ല. തോന്നിവാസം പറയുമ്പോൾ നീ നിൻ്റെ അമ്മേനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ പെങ്ങളോടായിരുന്നു ഒരാളിങ്ങനെ പറയുന്നതെങ്കിൽ നീ എന്തായിരുന്നു മറുപടി കൊടുക്കുക? നീ കൊണ്ട കൊടുക്കുമെന്ന് പറയായിരുന്നു? നിൻ്റെ പെങ്ങളെ കൊണ്ട കൊടുക്കുമായിരുന്നോ? എന്നേക്കും ആരും ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നിനക്ക് നിൻ്റെ അമ്മേനെയും നിൻ്റെ അച്ഛനെയും നിൻ്റെ പെങ്ങളെയൊക്കെ എന്നേക്കുമായിട്ട് ദൈവം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. കാരണം അങ്ങനത്തെ നികൃഷ്ട ജീവികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതിൽ പെട്ട ഒരാളാണ് നീ. നിന്റെ വീട് എവിടെയോ ആയിക്കോട്ടെ, നിന്റെ വീട് എവിടെയാ? എവിടെ? തിരുവനന്തപുരത്ത് എവിടെ? നിന്റെ പേരെന്താ? മനു. എന്താ ജോലി ചെയ്യുന്നത്? അമ്മയുടെ പേര്? നന്നായിക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ മരിച്ചുപോയി എന്ന് കേട്ടപ്പോ സന്തോഷം തോന്നുന്നത്. കാരണം നിന്നെ പോലുള്ള ഒരു ജന്തുവിന് ജന്മം നൽകിയ ആ സ്ത്രീ മരിച്ചാ പോരല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നിന്റെ ഒന്നും തള്ളയൊന്നും ചത്തുപോയാ പോരടാ. നീയൊക്കെ കുഴി പോയിട്ട് ആ തള്ളക്ക് നിന്റെയൊക്കെ കാമം തീർത്തു കൊടുക്കും. അതാണ് നീ. അത് നിന്റെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ കണ്ടവളോട് കാമം തോന്നാറില്ല. നിന്റെ അമ്മക്ക് ചിലപ്പോൾ തോന്നാറുണ്ടാവും. നിന്റെ അമ്മ അങ്ങനെ തോന്നി പലരെയും വിളിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നീ ഇന്ന് ഈ പുനർജനിച്ച് നിൽക്കുന്നത്. അമ്മ ഉണ്ടായിരുന്നേ നമുക്ക് ചോദിച്ചു നോക്കായിരുന്നു അച്ഛൻ്റെ എണ്ണം എത്ര ഉണ്ട് എന്നുള്ളത്, അച്ഛന്മാരുടെ എണ്ണം എത്ര ഉണ്ട് എന്നുള്ളത്. കേട്ടോ? ഏതായാലും എനിക്ക് നിന്നോട് പോലെയുള്ള നായിൻ്റെ മക്കളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ വരുമാന മാർഗമായതുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നമ്പർ ഇട്ടത്. നിൻ്റെയൊന്നും കയപ്പ് തീർക്കാനല്ല. കേട്ടോ നായിക്കുണ്ടായ മോനെ?